പിന്നെ ഇവിടെ നമ്മുടെ MLA പറഞ്ഞു അതിനാണെന്ന് എനിക്കറിയില്ല. നാരായണൻ, ഞാൻ ചോദിക്കുന്ന ഈ നാരായണൻ കുട്ടിയായ കാലത്തിലെ നമ്മൾ കോളേജ് പോകണമെന്നല്ലോ. വയസ്സെത്രയാണോ? 40 ആയിട്ടുള്ളൂ. 57 കോളേജ് വന്ന എനിക്ക് 40-50 എത്ര വയസ്സുണ്ട്? എനിക്കിതിനെ പറ്റുമല്ലേ വരും. 40 വയസ്സേ ആയിട്ടുള്ളൂ. 57 EMS വന്നപ്പോഴല്ലേ ആദ്യത്തെ കോളേജ് വന്നത്, ആർട്സ് കോളേജ്. അപ്പൊ താൻ എവിടെയായിരുന്നത്? അമ്മേന്റെ മടി. പിന്നെ രണ്ടാമത് ഞാൻ വന്നപ്പോഴല്ലേ മഞ്ചേശ്വരത്തെ കോളേജ് വന്നു, രണ്ടാമത്തെ കോളേജായി. മൂന്നാമത് ഞാൻ വന്നപ്പോഴല്ലേ ഇളേരി കോളേജായിരുന്നു. വേറെ ഒരു ബുദ്ധി കൊണ്ടുവന്നില്ല. പിന്നെ കൊണ്ടുവന്നത് കഴിഞ്ഞ കൊല്ലം നമ്മുടെ ബിഷപ്പ് എവിടെയാ, അത് മാത്രമേ ഉള്ളൂ. മറ്റുള്ള കോളേജില്ല. നമ്മളെ ഉള്ള കൊണ്ടുവന്നത് ആകെ 4 എണ്ണമുണ്ട്. ഒന്ന് നമ്മള് പോയി മഞ്ചേശ്വരം, മറ്റൊന്ന് ആർട്സ് കോളേജ് കാസർഗോഡ് ടൗണില്, മറ്റൊന്ന് ഇളേരി നമ്മൾ കഴിഞ്ഞ തവണ മന്ത്രിയായപ്പോ ഞാൻ അല്ലെങ്കിൽ ആടെ കോളേജ് വരുമോ? കാച്ചിരി കുന്നിന്റെ മുകളിൽ ആരും കോളേജ് കൊണ്ടിരുന്നു. എനിക്ക് ഐക്യാതീതോടല്ലേ കൊണ്ടതിനെ. ഇതൊക്കെ പഠിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിൽ ഈ കാസർഗോഡ് ജില്ലയിൽ വന്ന ഹൈസ്കൂൾ ആരെ കണക്കറിയോ? ഒരു ഹൈസ്കൂളിലൂടെ വന്നത് പാലം. ഞാൻ വീണ ഒരു പാലം ഉണ്ടായിരുന്നല്ലോ ഇല്ലേ? അത് എന്റെ കാലത്ത് തുടങ്ങാന്ന് പറഞ്ഞ അവസാനം അത് ഉദ്ഘാടനം ചെയ്യാൻ മാത്രം ബാക്കി വെച്ച് പൂർത്തിയാക്കിയിട്ടല്ലേ TKMC ഇറക്കും. പിന്നെ നമ്മൾ രാജ്യത്ത് പിരിഞ്ഞ് കുന്നുംകൈ പാലം ഞാൻ വീണ പാലമില്ലേ? അന്ന് പാലമില്ല. വീഴുമ്പോ ഞാൻ വീണിട്ട് ആ പാലം വീഴുമോ? ഇതൊക്കെ പഠിച്ചിട്ട് വേണം. ഇതാണ് ഞാൻ പറയുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ പറയുമ്പോൾ കുറച്ച് ആലോചിച്ച് പറഞ്ഞില്ലേ ഘട്ടത്തിലാണ് ഞാൻ ഇതൊക്കെ മനസ്സിലാക്കി തന്നെ ഇരിക്കുന്നത്. ഈ കാസർഗോഡിൽ മാത്രമല്ല, നമുക്ക് കോളേജ് വിദ്യാഭ്യാസത്തിൽ പരിഷ്കരണം വേണം. അതിപ്പോൾ ജോസഫ് ഞങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കണ്ണൂർ ലോകപ്പെടുത്തത്തക്ക വിധത്തിൽ നമുക്ക് മാറ്റി